ഞാനിപ്പോൾ കൊല്ലിയിൽസാണ് ഉള്ളത് കേട്ടോ. ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഡൗൺ ഹിൽ ചെയ്ത് വരുമ്പോൾ പ്രത്യേകിച്ച് കോർണേഴ്സ് ഒക്കെ അപ്രോച്ച് സമയത്ത് നിങ്ങൾ ഫ്രണ്ട് ബാക്ക് ബ്രേക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എഞ്ചിൻ ബ്രേക്കോടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഏത് ഗിയറിലാണോ വരുന്നത് ആ ഗിയറിൽ തന്നെ മാക്സിമം ആ ഒരു കോർണർ അപ്രോച്ച് ചെയ്യുക. ഒരു കാരണവശാലും സ്പീഡിൽ വരുന്ന ബൈക്കിനെ ക്ലച്ച് ഓഫ് ചെയ്ത് ആ ഒരു ഫ്രീ ഫ്ലോയിൽ ആ ഒരു കോർണറിലേക്ക് നിങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കോർണേഴ്സ് എടുക്കുമ്പോൾ മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് റൈറ്റിലേക്കുള്ള കോർണേഴ്സ് എടുക്കുമ്പോൾ ഒരു അല്പം പോലും സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകാൻ പാടില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഓപ്പോസിറ്റ് ഇരുന്ന വണ്ടികൾ കുറച്ചൊന്ന് റൈറ്റ് പിടിച്ചിട്ടായിരിക്കും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരല്പമെങ്കിലും സെൻറ്ററിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹിറ്റ് നടക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാ ബ്ലൈൻഡ് കോർണേഴ്സിനെയും ഹോൺ അടിച്ചിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു യൂഷ്വൽ തിങ് ആണെങ്കിലും എന്തിനൂടെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ഇവിടെ വരുന്ന കൂടുതൽ ആളുകളും അങ്ങനത്തെ ആളുകളല്ല. അതുകൊണ്ട് കെയർലെസ് ആയിട്ട് ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾ കുറച്ചൊന്ന് റൈറ്റിലേക്ക് പിടിച്ചാണ് വരുന്നതെങ്കിലോ അവർക്ക് നല്ലതായിട്ടുള്ള സമയം കൊടുക്കണം നമ്മൾ ഹോൺ അടിക്കുമ്പോൾ. നിങ്ങളൊരു നല്ല റൈഡറാണ് അല്ലെങ്കിൽ ഡ്രൈവറാണ്, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സോ എപ്പോൾ വേണമെങ്കിലും ഒരു സഡൻ ബ്രേക്കിന് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ നാലാമത്തെ പോയിന്റ്. കുത്തനെയുള്ള ഇറക്കത്തിൽ അല്ലെങ്കിൽ കയറ്റത്തിൽ ഒരു യൂട്ടേൺ എടുത്താൽ എങ്ങനെയുണ്ടാവും അതുപോലെയുള്ള 70 ഹെയർ പിൻ അടങ്ങിയ 46 കിലോമീറ്ററാണ് നിങ്ങൾ റൈഡ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം റൈഡ് ആരംഭിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ 5ാമത്തെ ടിപ്പ്. ഹാവ് എ സേഫ് റൈഡ് ഗൈസ്.